ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി രസമാണ്. സദ്യയുടെ കൂടെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് രസം. മാത്രമല്ല ഈ രസം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും തന്നെ വേണ്ടി വരില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു രസമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. വേറെ എണ്ണയും നമ്മൾ ഇനി ഇതിൽ യൂസ് ചെയ്യണില്ല. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഇത് ചുവന്നുള്ളിയാണ്. ഒരു 10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കടുക് വറുക്കുമ്പോഴൊക്കെ ഇടൂലേ, അതുപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി ഒരു 8-9 അല്ലി എടുത്തിട്ടുണ്ട്. 10 എടുത്താലും കുഴപ്പമില്ല. തൊലിയോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം കളറൊക്കെ മാറി വരുമ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു പച്ചമുളക് 2 വേണമെങ്കിലും ഇടാം എരിവിനനുസരിച്ച്. അതുപോലെ 2 വറ്റൽ മുളക് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചുവന്നുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ചുവന്നുള്ളിയൊക്കെ മൊരിഞ്ഞതിന് ശേഷം പച്ചമുളകൊക്കെ ഇട്ടാൽ മതി. ഇപ്പോൾ ഇത് നമ്മൾ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുക. അതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കുക. പാകത്തിന് ഉപ്പ് ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ച തക്കാളി പെട്ടെന്ന് തന്നെ വെന്തൊന്ന് സോഫ്റ്റായി വന്നോളും. ഇപ്പോൾ ഇതാ ഒരു 2-3 മിനിറ്റ് സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ്, ചെറിയ ജീരകം പൊടിച്ചത്. അതുപോലെ 1/4 ടീസ്പൂൺ തന്നെ ഉലുവ പൊടിച്ചത്. ഇത്ര ഇട്ടതിന് ശേഷം നമ്മൾ ഒന്ന് റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കുകയാണ്. ഞാനൊരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി 1 കപ്പ് വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുള്ളതാണിത്. അപ്പം നമ്മൾ 2 കപ്പ് രസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കൂടാതെ വേറെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊന്ന് അടച്ച് വെച്ചിരിക്കുകയാണ്. ഇതപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെളുത്തുള്ളിയും ഇതെല്ലാം കൂടി ഇതിൽ ചേർന്നൊന്ന് വെന്ത് വരണം. അപ്പോൾ 2 മിനിറ്റ് തിളയ്ക്കുമ്പോൾ നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തു. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമില്ല. പക്ഷേ കായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ രസത്തിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്തത്. ഇനി ഇതൊന്ന് അടച്ച് വെക്കുക. മല്ലിച്ചപ്പ് ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ അടിപൊളി രസം റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാം. അപ്പോൾ ഒരു തവണ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്